നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. പോസ്റ്റ് ഓഫീസുകളിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് കൊണ്ടുവന്നിട്ടുള്ള പുതിയൊരു റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ചാണ് ഈ വീഡിയോ. നല്ല ഒരു അവസരമാണിത്. കേരളത്തിലെ വിവിധ ജില്ലകളിലേക്ക് തപാൽ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. 3/12/2021 വരെ അപേക്ഷിക്കാൻ സമയമുണ്ട്. നമുക്ക് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതാണ് നോട്ടിഫിക്കേഷൻ. പോസ്റ്റൽ അസിസ്റ്റൻറ്റ്, സോർട്ടിംഗ് അസിസ്റ്റൻറ്റ്, പോസ്റ്റ്മാൻ, മെയിൽ ഗാർഡ് ആൻഡ് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് തുടങ്ങിയ തസ്തികകളിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. ഇതൊരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണ്. സ്പോർട്സ് കോട്ട വിഭാഗത്തിലാണ് ഇത് ഉൾപ്പെടുന്നത്. കായികക്ഷമത തെളിയിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇത് നല്ലൊരു അവസരമാണ്. നെക്സ്റ്റ് സ്കെയിൽ ഓഫ് പേ നോക്കാം. പോസ്റ്റൽ അസിസ്റ്റൻറ്റ് സോർട്ടിംഗ് അസിസ്റ്റൻറ്റിന് 25,500 മുതൽ 81,100 വരെയാണ് സാലറി സ്കെയിൽ. നെക്സ്റ്റ് പോസ്റ്റ്മാൻ മെയിൽ ഗാർഡ് ആണെങ്കിൽ 21,700 മുതൽ 69,100 വരെയാണ്. നെക്സ്റ്റ് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് 18,000 മുതൽ 56,900 വരെയാണ് സാലറി സ്കെയിൽ പറയുന്നത്. നെക്സ്റ്റ് ഏജ് ലിമിറ്റ് കണക്കാക്കുന്നത് 3/12/2021 വെച്ചിട്ടാണ് ഏജ് നോക്കുന്നത്. പോസ്റ്റൽ അസിസ്റ്റൻറ്റിൻ്റെത് 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് പോസ്റ്റ്മാൻ മെയിൽ ഗാർഡ്, അവരുടെ ഏജ് പറയുന്നത് 18 വയസ്സിനും 27 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. നെക്സ്റ്റ് പറയുന്നത് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫാണ്. 18 വയസ്സ് മുതൽ 25 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വേക്കൻസി പൊസിഷൻസ് ആണ്. ഡീറ്റെയിൽ ആയിട്ട് തന്നെ വേക്കൻസി പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ എല്ലാ ജില്ലകളിലും വേക്കൻസി ഉണ്ട്. കോഴിക്കോട് പോസ്റ്റ്മാൻ്റെ 4 വേക്കൻസി പറയുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കാം. ഫോർ പോസ്റ്റൽ ഓർ സോർട്ടിംഗ് അസിസ്റ്റൻറ്റിൻ്റെ ആണെങ്കിൽ +2 പാസ്സാണ് ക്വാളിഫിക്കേഷൻ പറയുന്നത്. അതോടൊപ്പം കമ്പ്യൂട്ടർ സ്കില്ലും ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് പോസ്റ്റ്മാൻ മെയിൽ ഗാർഡ് ആണെങ്കിലും +2 പാസ്സാണ് ചോദിക്കുന്നത്. അവർക്ക് മലയാളം അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് പോസ്റ്റ്മാൻ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ 2 വീലർ ലൈസൻസോ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസോ ഉണ്ടായിരിക്കണം. അടുത്തത് വരുന്ന മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫാണ്. 10th ആണ് ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നത്. 10th പാസ്സായിരിക്കണം. കൂടാതെ മലയാളം ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. ഈ ക്വാളിഫിക്കേഷനോടൊപ്പം തന്നെ സ്പോർട്സ് ക്വാളിഫിക്കേഷനും ഉണ്ടായിരിക്കണം. 64ഓളം സ്പോർട്സ് ഐറ്റംസ് പറഞ്ഞിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഒന്നിൽ ചാമ്പ്യൻ ആണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. കൂടാതെ ഏതെല്ലാം കോമ്പറ്റീഷനും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇൻ്റർനാഷണൽ കോമ്പറ്റീഷൻ, നാഷണൽ കോമ്പറ്റീഷൻ, ഇൻ്റർ യൂണിവേഴ്സിറ്റി ടൂർണമെൻറ്റ്സ്, നാഷണൽ സ്പോർട്സ് ഗെയിംസ് ഫോർ സ്കൂൾസ്, ഫിസിക്കൽ എഫിഷ്യൻസി ഡ്രൈവ് എന്നിവയിൽ പങ്കെടുത്ത ആളുകളാണെങ്കിൽ ഇതിലേക്ക് അപേക്ഷിക്കാം. ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ വളരെ ക്ലിയർ ആയിട്ട് തന്നെ PDF-ൽ പറയുന്നുണ്ട്. ഈ ഒരു PDF-ൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. നെക്സ്റ്റ് ആപ്ലിക്കേഷൻ ഫീ ആണ്. ഇതിന് 100 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ ചോദിക്കുന്നത്. എന്നാൽ SC/ST വുമൻ കാൻഡിഡേറ്റ്സിനൊന്നും ഫീസിൻ്റെ ആവശ്യമില്ല. പോസ്റ്റലായിട്ട് അപ്ലൈ ചെയ്യാൻ 3/12/2021 വരെ നിങ്ങൾക്ക് സമയമുണ്ട്. ഫിസിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.